അപ്പോൾ നമ്മളിന്ന് കാളാഞ്ചി മീനിനെ നല്ല അടിപൊളിയായിട്ട് ചുട്ടെടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മളിന്ന് കാളാഞ്ചി മീനിനെ ചുട്ടെടുക്കുകയാണ്. ഇതൊരു പ്രത്യേകതരം മസാലയാണ്. മസാല ഇല്ല ശരിക്കും, കുറച്ച് മുളക് ഒരു 4-5 ഐറ്റം മുളകും, അതുപോലെ പുളി, കുരുമുളക് പൊടി, അങ്ങനെ തുടങ്ങിയ ഒരു 3-4 സാധനം ഇട്ടിട്ട് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ചേതമ്പൽ ഇങ്ങനെ ചെത്തിയെടുക്കുക ശരിക്കും, പക്ഷെ നമ്മൾ ഈ സ്ട്രെച്ചർ പോവാതെ തന്നെ ഇതിനെ ചേതമ്പൽ മാത്രം കളഞ്ഞെടുക്കണം. ഇതിലേക്ക് പുറത്തിട്ടാണ് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ വസ്തു ഉണ്ടോ സാധനം. ഇവിടെ ചെറിയൊരു ഭാഗം ഇവിടെ പൊളിച്ചാൽ ഒരുപാട് പൊളിക്കണം. ഇതിൻ്റെ പൂവാണത്, നമുക്ക് നല്ലവണ്ണം കഴുകിയെടുക്കണം. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കഴുകിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. മതി. ഒരു ലൈന് നല്ല ആഴത്തിൽ ഒരു ലൈൻ കൊടുക്കാം. കുറച്ച് മുളക് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാ കളറും, എല്ലാ മുളക് കൊടുത്തിട്ടുണ്ട് നമ്മൾ. പച്ചക്കാന്താരി, വെള്ളക്കാന്താരി, ചീനി മുളക്, ഇത് വെള്ളക്കാന്താരിയാണത്, തുടങ്ങിയ എല്ലാ മുളകും ഉണ്ട്. ഇപ്പം എല്ലാ കളറിലും ഇങ്ങനെ കട്ട് ചെയ്ത് ഇതുപോലെ ഇടണം. കളറെ ഒരേപോലെ മുറിക്കരുത്, എല്ലാ കളറും കൂടി വരുമ്പോഴാണ് എൻ്റെ ഭംഗി. മിക്സ് ആയി കിടക്കട്ടെ. ഇത് വെറും മുളകും പിന്നെ 1-2 സാധനങ്ങൾ മാത്രമേ ഇതിനകത്ത് ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും മുളക് കട്ട് ചെയ്യണത്. ഇനി നമുക്ക് മുളകിലേക്ക് കുറച്ച് സാധനങ്ങൾ മിക്സ് ചെയ്യണം. ഇഞ്ചി ചെറുതായി മുറിച്ചാൽ മതി, വെളുത്തുള്ളി ചെറുതായി മുറിച്ചത്, ഒരല്പം കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, ശുദ്ധമായ ആട്ടിയ വെളിച്ചെണ്ണ. ഇനി നമുക്ക് ഇതിൻ്റെ എരിവ് കുറയാനായിട്ട് കുറച്ച് വാളം പുളിയാണത്, അതിനെ പിഴിഞ്ഞ് അതിൻ്റെ ഇത് മാത്രം എടുത്താണ്. ഇതിടുമ്പോൾ ഒരല്പം എരിവ് കുറയും. ഇതിന് നന്നായി മിക്സ് ചെയ്യാനൊന്നുമില്ല, ഇത് കുറച്ച് സാധനമല്ലേ ഇട്ടുള്ളൂ. നല്ല മണം വെളിച്ചെണ്ണൻ്റെയും ഈ പുളിൻ്റെയും മുളകിൻ്റെയും കൂടിയിട്ട് ഒരു ഇല വിരിച്ചു കൊടുക്കാം. മുളകിലേക്ക് നല്ല ഗ്യാപ്പൊക്കെ ചുരുക്കാൻ വിദ്യകളുണ്ട്. ആദ്യം ശരിക്കും എരിവ് ഇതിനകത്ത് ഇറങ്ങണം. നന്നായി അമർത്തി കൊടുക്കണം. മറിച്ച് വെച്ച് ഇവിടെ കൊടുത്തേക്കാം. നല്ലോണം ചുരുക്കാൻ മുകളിൽ.
ഈ ഭാഗത്തൊക്കെ കുറച്ച് തിരികെ കൊടുക്കാം. എസൻസ് എല്ലാ ഭാഗത്തും അങ്ങനെ ഇറങ്ങണം. എസൻസ് ആണ് ഇതിൻ്റെ ശരിക്കും ടേസ്റ്റ് കിട്ടുക, ഈ മുളകിൻ്റെയും പുളിൻ്റെയൊക്കെ. അതുപോലെ ഇല പതുക്കെ മടക്കി, അതുപോലെ ഈ ഭാഗത്ത് മടക്കി എല്ലാം മടക്കിയെടുക്കണം. വെച്ച് ലോക്ക് ചെയ്യാം. നമുക്ക് അലുമിനിയം ഫോയിലും ഇതിനകത്ത് പാക്ക് ചെയ്യേണ്ടത് നമ്മൾ ഫോയിൽ പേപ്പർ വഴി നല്ലോണം വെച്ച് റെഡിയാക്കണം. ടൈറ്റാക്കാം. സംഗതി റെഡിയാക്കിയിട്ട് നമുക്കിതിനെ ചുട്ടെടുക്കാം. നമുക്ക് മീൻ ചുടാനായിട്ടുള്ള ഗ്രില്ല് തയ്യാറാക്കാം. രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്. ഇങ്ങനെ പതുക്കെ മുകളിലേക്കുള്ള വെച്ച് കൊടുത്താൽ നമുക്ക് പിടിച്ചോളാം. അവിടെ മീൻ വെച്ച് കൊടുക്കാം. കത്തട്ടെ. മുളയാണ് വെച്ചിരുന്നത്, അതുകൊണ്ട് നല്ല ഫയറാകും പെട്ടെന്ന്. ഇത് എല്ലാ ഭാഗത്തും കത്തണമെങ്കിൽ എല്ലാ ഭാഗം പോകും. മറിച്ചിടുന്നതിന് ഈ തീ കമ്മിയാക്കാം, അല്ലെങ്കിൽ നമ്മൾ മുകളിൽ വെച്ച വിറക് കത്തിപ്പോകും. ഇത് പച്ചയാണ് സാധനം. പതുക്കൊള്ളു ഒരു വളഞ്ഞു. നമുക്ക് എടുക്കാം. കോലൊക്കെ കത്തി കരിഞ്ഞു പോയി. പിടിച്ചോ, നമുക്ക് തുറക്കാം. ഒരു 5 മിനിറ്റ് ചൂടാറാൻ പറ്റാണ്. അങ്ങനെ ഭയങ്കര ചൂടായിരുന്നു. സംഗതി കുറേ ഫോയിൽ പേപ്പർ നമ്മൾ ചുറ്റിയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ അറ്റം കണ്ടുപിടിച്ചു. ആ സൂപ്പർ മണം. ഇലയൊക്കെ കരിയാനായി. അവിടെ കോലൊക്കെ എടുത്ത് പതുക്കെ തുറന്നു നോക്കാം. ആ പൊന്നെ, സൂപ്പർ, അടിപൊളി. അങ്ങനെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ടതാ. എന്താ ആവി വരുന്നുണ്ട് ഇപ്പോൾ. നമുക്ക് മെല്ലെ എടുത്ത് നമ്മൾ കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതിൽ വെക്കാം. ആ വാല് പൊട്ടൂ വിചാരിച്ചാണ്. ചെറുതായിട്ട് നല്ലോണം വെന്തു സാധനം. നമുക്കിത് ടേസ്റ്റ് നോക്കാം. കുറച്ച് ഫ്രൈഡ് റൈസ് പ്ലേറ്റിലാക്കാം. കുറച്ച് മീൻ നമുക്ക് ലേശം നാരങ്ങ കൊടുക്കുക. അപ്പോൾ
ആവശ്യത്തിന് നല്ല പുളിപ്പ് കിട്ടും. പിന്നെ നമ്മൾ കഴിച്ചു നോക്കിട്ട് പോകണം. പൊളിയില്ലേ? പൊളിച്ചു, സംഭവം പൊളി. ശരിക്കും നമ്മൾ ഈ മസാലയൊക്കെ ആ മുളകിൽ നിന്ന് എരിവില്ലടാ. നമ്മൾ പുളി വെച്ചപ്പോൾ അല്ലേ, പുളിയും പിന്നെ വെന്തപ്പോഴേ നല്ല സൂപ്പർ സംഭവം. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട് തോന്നുന്നു അല്ലേ, ഒരു ലൈറ്റായിട്ട്. പക്ഷെ ശരിക്കും കാളാഞ്ചി മീനിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ അങ്ങനെ നമ്മൾ ഇതുവരെ കഴിക്കുന്നത് മസാല ടേസ്റ്റ് അല്ലേ നമുക്ക് കിട്ടുള്ളൂ. ഇത് ശരിക്കും അന്യ ടേസ്റ്റ്, ഒന്നും പറയാനില്ല. ആ മുളകൊക്കെ ശരിക്കും സൂപ്പറായിട്ട് എരിവൊന്നും ഇല്ലാണ്ട് പൊളി, ശരിക്കും പൊളിയില്ലേ? അടിപൊളി സംഭവം, സൂപ്പർ സംഭവം, സൂപ്പർ. നമ്മൾ വിചാരിച്ചതിനേക്കാൾ സൂപ്പറായിട്ട് അല്ലേ? ഇത് ഇങ്ങനത്തെ ഫുഡ് ശരിക്കും ശ്രീലങ്കക്കാരൊക്കെയാണ് കൂടുതൽ ഉണ്ടാക്കുക. അവർക്ക് ഈ മീറ്റിൻ്റെ ടേസ്റ്റ് കറക്റ്റായി കിട്ടാനായിട്ടാണ്. പക്ഷെ എരിവ് ഇറച്ചിൻ്റെ ഉള്ളിൽ വരെ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? അതിൻ്റെ ആ ഒരു എസൻസ്. സംഭവം എന്തായാലും പൊളിച്ചു. ഫ്രൈഡ് റൈസ് നമ്മൾ ഉണ്ടാക്കുന്നത് കാണിച്ചില്ല, അതിനുള്ള സമയം തന്നെയാണ്. ഫ്രൈഡ് റൈസ് എഗ് ഫ്രൈഡ് റൈസാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത്. അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. അതെ, പൊളി സംഭവം കണ്ടത്. നമ്മൾ വിചാരിച്ചാൽ അടിപൊളിയായിട്ട് എന്തായാലും എന്താ പറയുക, കാളാഞ്ചി മീനും ആയതുകൊണ്ട്, അത് കാളാഞ്ചി പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റുള്ളൊരു മീനാണല്ലോ. അപ്പോൾ ആ മീനും ആയതുകൊണ്ട് അങ്ങനെ പൊളിച്ചു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാനായി നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ സംഗതി എന്തായാലും നമുക്ക് കുട്ടികൾക്ക് പാർസലായി കൊടുത്ത് നമുക്ക് പിരിയാം. ഇത് തല നമുക്ക് മാറ്റല്ലേ ചേച്ചാ? ചുട്ട തലകണക്ക് വേറെ പറയണം വിഷയങ്ങൾ. അല്ല, ഇത് വെന്തതിനൊന്നും പറയാനില്ല, കംപ്ലീറ്റ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും എത്ര പോയാൽ നമുക്ക് പാർസലായി പോകണം. ഒരുപാടില്ല, കുറച്ചേ ഉള്ളൂ. എങ്കിലും ഉള്ളത് നമ്മൾ കുട്ടികൾക്ക് മുന്നേ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന കുട്ടികൾക്ക് കൊടുക്കാം. ഇതെന്തായാലും ഒരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും. അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.